പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികൾ, ഞങ്ങള് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കാൻ പറ്റും. അതായത് നമ്മള് ഇപ്പോ 3 ആഴ്ചയിൽ കൂടുതലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, വിവിധ വിദ്യാർത്ഥികൾ, UG, PG, ലോ സ്റ്റുഡൻസ് അങ്ങനെ വിവിധ വിദ്യാർത്ഥികൾ വിവിധ തരത്തിലുള്ള സമരങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ കൊറോണ സാഹചര്യത്തിൽ ലോകം മുഴുവൻ കൊറോണ വ്യാപിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവസാന കാലഘട്ടത്തിൽ കൊറോണ വ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച എക്സാമുകൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ മുദ്രാവാക്യം. എന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥികൾക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ സർക്കാർ തന്നെ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ കുറവ്, അതേപോലെ തന്നെ നമ്മളെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ പറ്റാത്തതിന്റെ സാഹചര്യം, നമ്മളോട് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും കൊറോണ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എക്സാം നടത്തും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മളെ സമരം ആരംഭിച്ചിരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാനുള്ള സാഹചര്യങ്ങൾ പരീക്ഷാ സെന്ററുകളിൽ ഒരുക്കിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മള് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പിന്നീട് നിരവധിയായ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഈ യാത്രാ സൗകര്യം മാത്രമല്ല, ഈ കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റാത്തത്, അതായത് വിദ്യാർത്ഥികൾ, അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റ് പരസഹായമില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക്, ഗർഭിണിയായ PG സ്റ്റുഡൻസ് ഒക്കെ ഭൂരിഭാഗം വിവാഹം കഴിഞ്ഞ് ഗർഭിണികളായ വിദ്യാർത്ഥിനികളുണ്ട്. അതേപോലെ തന്നെ നിരവധി അസുഖങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ട്. പൊതുവെ വേറൊരു പ്രശ്നമാണ്, പൊതുവെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പൊതുവെ ശാരീരിക ബലം വളരെ കൂടുതലാണെങ്കിൽ പോലും ഇവരെ വഴി വീടുകളിലേക്ക്, അവരുടെ നാട്ടിലേക്ക്, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മറ്റ് മേഖലകളിൽ നിന്ന് കൊറോണ എത്താനുള്ള സാഹചര്യമുണ്ട് ഒരുക്കുക. ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന്റെ ബാനറിൽ ഒരു സമരം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി നമുക്കറിയാം, ആദ്യ കാലയളവിൽ വിദ്യാർത്ഥികൾ വാണിജ്യത്തോടിൽ വിദ്യാർത്ഥികൾ വരികയും, പക്ഷെ നമ്മൾ വ്യാപകമായ നടത്തിയിരുന്നത് ആദ്യം യൂണിവേഴ്സിറ്റി അധികൃതരെ, സിൻഡിക്കേറ്റ് മെമ്പർമാരെ, MCA, രജിസ്ട്രാറെ നമ്മൾ പിടിക്കുക. പിന്നീട് നമ്മൾ ഒരു ഘട്ടമെത്തിയപ്പോൾ നേരിട്ട് VCക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് നിവേദനം സമർപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഓൺലൈനായിട്ട് നിവേദനം, VC മുതൽ മുഖ്യമന്ത്രി മുതൽ എല്ലാ ഭരണ സംവിധാനത്തിലെ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈ നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ എക്സാം മാറ്റിവെക്കണം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റുന്ന കാരണങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. പക്ഷേ ഈ VCയോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അധികൃതരോ അതൊന്നും ചെവികൊണ്ടില്ല. നമ്മൾ എക്സാമുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് സാമൂഹ്യ പ്രവർത്തകരെ, സാംസ്കാരിക നായകന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ, നമുക്കറിയാം ഈ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് പോകുന്നതിന് വളരെ വലിയ ബുദ്ധിമുട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇങ്ങനെ ഒരു സമരം കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പത്രങ്ങൾ നമ്മളുടെ വാർത്ത ഏറ്റെടുക്കുന്നു, പത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. പ്രത്യേക ഈ പത്രങ്ങൾക്കും മാധ്യമങ്ങളോട് ഞങ്ങൾക്കുണ്ട്. ഈ വിഷയം യഥാർത്ഥ സമൂഹത്തിൽ വൻ രീതിയിൽ വ്യാപിക്കുകയും പല മേഖലയിലുള്ള ചർച്ചകൾ വരികയും ഞങ്ങളുടെ ആവശ്യകത ന്യായമാണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളർന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് വീണ്ടും 22-ാം തീയതി അവർ നടത്താൻ തീരുമാനിച്ച എക്സാം മാറ്റിവെച്ചാൽ നടത്തുകയും വ്യാപകമായ പ്രോട്ടോകോൾ, കൊറോണ പ്രോട്ടോകോൾ ലംഘനം നമ്മളെ എക്സാം നടത്തിയ സെന്ററുകളിൽ നടത്തിയിരിക്കും. നമുക്കറിയാം, എക്സാം സെന്ററുകളിലേക്ക് വിദ്യാർത്ഥികൾ 1:30-ക്കുള്ള എക്സാമിന് വിദ്യാർത്ഥികൾ എത്തുന്ന സാഹചര്യത്തിൽ അവിടെ യഥാർത്ഥത്തിൽ കോളേജിന്റെ ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ ഗേറ്റിനകത്തേക്ക് കയറാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ക്യൂ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ തെർമോസ്കാനർ ഉപയോഗിച്ചാണ്, ഭൂരിഭാഗം കോളേജുകളിലും തെർമോസ്കാനറുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന സ്ഥലത്ത് തെർമോസ്കാനറുകളും പിന്നെ സാനിറ്റൈസറും കൊടുക്കാൻ ക്യൂ നിർത്തി. അതിലുണ്ടായ വലിയൊരു ജനക്കൂട്ടം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കൂട്ടം, അത്
അതേപോലത്തെ പിന്നെ റോൾ നമ്പർ നമുക്കറിയാം. എല്ലാ സാധാരണ ഗതിക്ക് റോൾ നമ്പർ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിന്നെ ബോർഡിലോ മറ്റോ പ്രദർശിപ്പിക്കലാണ് പതിവ്. അതും വളരെ ചെറിയ നമുക്ക് വളരെ അടുത്ത് ചെന്ന് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവാറ്. ഈ കൊറോണയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന ഈ സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ബോർഡിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്. അങ്ങനെ വിദ്യാർത്ഥികൾ റോൾ നമ്പർ അന്വേഷിച്ച് പോവുകയും അവിടെ റോൾ നമ്പർ എഴുതി വെച്ച സ്ഥലത്തുള്ള ഒരു വിദ്യാർത്ഥി പിന്നീട് ക്ലാസ്സുകൾ അന്വേഷിച്ചു പോകുന്ന സാഹചര്യം. അങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ കൂട്ടം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ഒരുക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എക്സാം നടത്തുകയായിരുന്നു. ഇങ്ങനെയല്ല, ഒരു മാനദണ്ഡവും എവിടെയും യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടില്ല. നമുക്ക് പകൽ പോലെ നമുക്ക് തെളിവായിട്ടുള്ളത്. പിന്നീട് അവിടെ എക്സാം എഴുതാൻ പോയ വിദ്യാർത്ഥികൾ ഈ ഫോട്ടോയും വീഡിയോസും പ്രചരിപ്പിക്കുകയും അതും മാധ്യമങ്ങൾ വളരെ കൃത്യമായി എടുത്ത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതൊക്കെ നടന്നതാണ്. ഇതൊക്കെ സംഭവിക്കുകയും എന്നിട്ട് പിറ്റേ ദിവസം വിവിധ വിദ്യാർത്ഥികൾക്ക് കൊറോണ ഉണ്ടായി. എന്ന് വെച്ചാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കഴിഞ്ഞിട്ടും അത് കൊറോണ ഉള്ള വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ വന്നിട്ട് വിദ്യാർത്ഥികളെ കുറ്റമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. കൊറോണ ഉണ്ടോ ഇല്ലെന്നുള്ള അവൻ അറിയില്ല. അവൻ ശാരീരിക ക്ഷമതയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവന് കൊറോണയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു ലക്ഷണമൊന്നുമില്ല. ഒരു വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്, ആ വിദ്യാർത്ഥിയുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അവന് കൊറോണ നമ്മുടെ തെർമോ സ്കാനർ വഴി പോയ സമയത്ത് അവനേക്കാൾ ഹീറ്റ് കൂടിയ വിദ്യാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. അവന് കൊറോണയില്ല, ഒരു സംഗതിയുമില്ല. പക്ഷെ പിന്നീട് അവനെ അത്രയും ചൂടില്ലാത്ത ശരീരത്തിന് ചൂടില്ലാത്ത ഈ വിദ്യാർത്ഥിക്കാണ് യഥാർത്ഥത്തിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ കൊറോണയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. ഇങ്ങനെ വിദ്യാർത്ഥി കൊറോണ പരത്തണം എന്ന് കരുതി കോളേജിൽ പോയതുപോലെ വിദ്യാർത്ഥികളെ നേരിൽ പഴിചാരുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സാഹചര്യം യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെ ഒരു സംഗതി യൂണിവേഴ്സിറ്റിയുടെ അകത്ത് വന്നിരിക്കുക. എന്തൊരു നീചമായ വിദ്യാർത്ഥികളോട് വളരെ മോശമായ ഒരു സമീപനം വിദ്യാർത്ഥികൾ കൊറോണ നടത്താൻ ശ്രമിക്കുന്നതിനെ സംസാരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം പല കോളേജുകളും നിൽക്കുന്ന സ്ഥലം ഇതിനോടകം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിലാണ്. പല വിദ്യാർത്ഥികളുടെ താമസ സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണിലാണ്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പിന്നീട് 22 കഴിഞ്ഞ് 27-ാം തീയതി ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ 27-ാം തീയതി മുതൽ വീണ്ടും എക്സാമുകൾ തുടങ്ങും എന്ന് തന്നെയാണ് 22 മുതൽ വിദ്യാർത്ഥികൾ സാധാരണ വിചാരിച്ചിരുന്നത്. പക്ഷെ 27-ാം തീയതി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടങ്ങുന്ന പഞ്ചായത്ത് മൊത്തമായിട്ട് കണ്ടെയ്ൻമെന്റ് സോണായിട്ട് അവർ വരികയും 27-ാം തീയതിയിലെ എക്സാം മാറ്റിവെക്കാം. 27 മുതൽ 2-ാം തീയതി വരെ, നവംബർ 2 വരെയുള്ള എക്സാം മാറ്റിവെക്കാമെന്ന് കളക്ടറുടെ ഈ ഓർഡർ പ്രകാരം യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 27-ാം തീയതിയുള്ള സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞ് നിരവധിയായ വിദ്യാർത്ഥികളും എല്ലാ ആൾക്കാർക്കും ആശങ്ക. അവരുടെ ആശങ്കകളാണ് സിൻഡിക്കേറ്റ് മെമ്പർമാരെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളെയും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരുടെയും അടുത്തേക്ക് വിദ്യാർത്ഥികളുടെ തുരിതരായുള്ള ഫോൺ കോൾ പോകാനുള്ള കാരണം. എല്ലാവർക്കും ഇത് ഈ എല്ലാ മേഖലയിലുള്ള വിദ്യാർത്ഥികളും പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രശ്നമാണ്. ആദ്യ സമയത്ത് വളരെ രാഷ്ട്രീയത്തോടുകൂടി പെരുമാറിയ ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരും യൂണിവേഴ്സിറ്റി അധികൃതരും പക്ഷെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ മുമ്പിൽ ഒരവസരത്തിൽ കൃത്യമായ ഒരു നടക്കുന്ന സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കും. നമുക്കറിയാം 27 മുതൽ 22-ാം തീയതി വരെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കണ്ടെയ്ൻമെന്റ് സോണാണെന്ന്. അതേപോലെ തന്നെ അതുകൊണ്ട് എക്സാം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എത്ര കാലമായിട്ട് എത്ര എക്സാം സെന്ററുകൾ കണ്ടെയ്ൻമെന്റ് സോണിലുണ്ട്, എത്ര വിദ്യാർത്ഥികൾ കണ്ടെയ്ൻമെന്റ് സോണിലുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്കോ ഉള്ള പ്രശ്നം അവർക്ക് പരിഗണനാ വിഷയമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടെയ്ൻമെന്റ് സോണിലായപ്പോൾ അവർക്ക് എക്സാം നടത്തില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന UG സ്റ്റുഡൻസിന്റെ എക്സാം ഒന്നും നടക്കാൻ പോകുന്നില്ല. PG സ്റ്റുഡൻസിനാണ് ഏറി വന്നാൽ ഉണ്ടാകുന്നത്. അപ്പോ ഈ പല സ്ഥലത്തും നമുക്കറിയാം ഈ 22-ാം തീയതിയിലെ എക്സാമിൽ പല സ്ഥലത്തും എക്സാം സെന്ററുകൾ മാറ്റി അന്ന് രാവിലെ വിദ്യാർത്ഥികൾ ആ വിഷയം അറിയുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ അവരവരുടെ എക്സാം സെന്ററുകളിൽ നിന്ന് അടുത്ത എക്സാം സെന്ററിലേക്ക് പറക്കാൻ പാടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാം കൃത്യമായി നടത്തുന്നു എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ മാറിപ്പോയി.
ആവശ്യത്തിനുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത സാഹചര്യം. അവസാനം വിദ്യാർത്ഥികൾ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് എക്സാം സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തുപോയി അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്ന് എക്സാം ചെയ്യുന്ന സാഹചര്യം വരെ ഈ 22-ാം തീയതിന്റെ പരീക്ഷയോടുകൂടി സംഭവിച്ചു കഴിഞ്ഞു. ഇതൊന്നും പരിഗണിക്കാതെ വിദ്യാർത്ഥികൾ എല്ലാ പ്രശ്നത്തിനും കാരണം വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ 27-ാം തീയതി നടന്ന സിൻഡിക്കേറ്റിനെ കുറിച്ച് അത് സിൻഡിക്കേറ്റ് മെമ്പർമാർ പറഞ്ഞ് ഞങ്ങളല്ല ഇതൊന്നും ചെയ്യേണ്ടത്, പക്ഷെ അവരാണ് ഇപ്പൊ വിദ്യാർത്ഥികളെ തീവ്രവാദികളായിട്ടും പിന്നെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. കേൾക്കാമോ? കേൾക്കാം. അപ്പോ അത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് പുറത്തു പോരാ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ഭീകര സംഘടനകളുടെ ആൾക്കാരാണെന്ന് തീവ്രവാദികളാണെന്ന് പിന്നെ മുദ്ര കുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് ഇതിന് മാപ്പ് പറയണം. വിദ്യാർത്ഥികളെ ഭീകരവാദികളായി ചിത്രീകരിച്ചിരുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോ ഈ വിഷയത്തില് ഇപ്പോ വീണ്ടും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തോ വിദ്യാർത്ഥികളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ പറയുന്നതൊന്നും ശരിയല്ല, ഇവർക്ക് നമുക്കിതോ മനസ്സിലാവും, അവർക്ക് അവരുടെ പണി തീർക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടെ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഈ സർവകലാശാല വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. വിദ്യാർത്ഥികൾ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളോട് ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ഇത് ശരിയല്ല, ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്, ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ എക്സാം നടത്താൻ പോകുന്നു. നമുക്കറിയാം 22-ാം തീയതിയിലെ എക്സാമിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പകൽ പോലെ കണ്ടതാണ്. പക്ഷേ ഇതാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത്തരം സഹായങ്ങൾ ഞങ്ങൾ ഒരു ചർച്ച വിദ്യാർത്ഥി സംഘടനകളോട് ഈ യൂണിവേഴ്സിറ്റി അധികൃതർ നടത്തിയിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ അത് മനസ്സിലാവുകയാണ്. ഇതൊന്നും ചെയ്യാതെ വിദ്യാർത്ഥി സംഘടനകളെ ഭീകരരായി ചിത്രീകരിക്കുക, വിദ്യാർത്ഥികളെ ഭീകരരായി ചിത്രീകരിക്കുക, എന്നിട്ട് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം വിദ്യാർത്ഥികളാണെന്ന് അവരുടെ തലയിലേക്ക് ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുക, കെട്ടിവെക്കുക. ഇതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും എടുത്തിരിക്കുന്നത്. അവർക്ക് അവരുടേതായ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാകും, ചിലപ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാകും, മറ്റെന്തെങ്കിലും യൂണിവേഴ്സിറ്റി ഈ എക്സാം കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ എക്സാം നടത്തി എന്ന് ഒരു വീമ്പ് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് യൂണിവേഴ്സിറ്റി അധികൃതരും ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ സമൂഹത്തിന്റെ ജീവൻ വെച്ചിട്ടാണ്. ഈ കൊറോണ സാഹചര്യത്തിൽ ജനങ്ങളെ 144 പ്രഖ്യാപിച്ച് 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് സർക്കാർ പറയുന്ന ഈ സാഹചര്യത്തിൽ ഒരു ജനക്കൂട്ടം ഉണ്ടാക്കാൻ പല മേഖലയിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും പല ദൂരത്തു നിന്നും വരുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടമായി ആളെത്തിക്കുന്ന ഒരു നടപടിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, പരീക്ഷ ഒഴിവാക്കണം എന്നല്ല, നമ്മൾ പല രീതിയിൽ UGCന്റെ മാനദണ്ഡങ്ങൾ പലതരത്തിലെ മാനദണ്ഡങ്ങൾ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ട് പലതരം മാനദണ്ഡങ്ങൾ UGCക്ക് ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് എക്സാം നടത്താം, ആ സാഹചര്യം നിലനിൽക്കുന്നില്ല. പല വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് എക്സാം പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് താൽക്കാലികമായിട്ട്, നമുക്കറിയാം വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം നടത്തേണ്ട എക്സാമുകളാണ് പലതും ഇതില് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. വർഷങ്ങളായിട്ട് എക്സാമുകൾ നടത്താതെ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അവസ്ഥ നമുക്കറിയാം. ഈ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന വിഷയം അറിയാം. വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ട് പോലും ഇപ്പോൾ നമുക്കറിയാം പഴയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ വിഷയങ്ങളൊക്കെ ഇപ്പോഴും എക്സാമുകൾ നടത്താതിരിക്കുന്ന അതിൽ പിടിവാശി, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പിടിവാശി നടന്നാൽ അവർ ധരിച്ചു പോകും. ചിലപ്പോൾ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് ഈ വിഷയം അവരുടെ ഒരു മാന്യമായ ന്യായമായ ജനാധിപത്യമായ ഈ ആവശ്യം എങ്ങാനും അനുവദിച്ചു കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അവരുടെ എന്തോ ഒരു കുറവ് എന്നുപോലെ ചിന്തിക്കുകയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ.
ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം. വിദ്യാർത്ഥികളെ ഈ പ്രതിഷേധത്തെ പൊതുജനങ്ങളും മാധ്യമങ്ങളും കൃത്യമായി ഇത് പരിഗണിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് UG സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി കളക്ടീവ് വിദ്യാർത്ഥി സ്റ്റുഡൻസ് കളക്ടീവിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നടത്തിയത്? നമുക്കറിയാം, പല വിഷയങ്ങൾ നമ്മൾ പുറത്തുപോയി നടത്തിയ സമരങ്ങളല്ല, നമ്മളൊക്കെ ഓൺലൈൻ വഴിയാണ്. നമ്മളെ സമരങ്ങളിലും നമ്മൾ അത് കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഈ കൊറോണ വരുന്ന രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ചെയ്യണമെന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ സമരത്തിന് വേണ്ടി ചെയ്ത് നമ്മൾ ഓൺലൈൻ വഴി ചെയ്ത വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മളുടെ സ്റ്റുഡൻസ് കളക്ടീവിൻ്റെ കൺവീനർമാരിൽ ഒരാളായിട്ടുള്ള ശ്രുതിയാണ്. അതിനുവേണ്ടി ഞാൻ ശ്രുതിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് മുമ്പ് സംസാരിച്ച റഹീം ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഏത് തരത്തിലാണ് കഴിഞ്ഞ പരീക്ഷ നടത്തിയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന വിഷയവും റഹീം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിക്കാൻ ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്. കൊറോണ വ്യാപനം അതിരൂക്ഷമായ ഈ സാഹചര്യത്തിൽ പരീക്ഷ നടത്തുക എന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ സാമൂഹ്യ അവസ്ഥയെ വളരെയധികം ബാധിക്കും എന്ന ഒരൊറ്റ കാരണം, ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ തന്നെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് രൂപീകരിക്കുന്നത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പരീക്ഷ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും അതിന്റെ ഭാഗമായി പരീക്ഷ എഴുതേണ്ടി വരും എന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആശങ്കരായ ഒരു സാഹചര്യം ഉണ്ടായി. അത് പരിഹരിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുകയല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് രൂപീകരിച്ചത്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഈ മാസം 7-ാം തീയതി, ഒക്ടോബർ 7-ാം തീയതിയാണ് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ തുടങ്ങുന്നത്. അതിനുശേഷം ആയിരക്കണക്കിനായ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. നമ്മൾ തീർച്ചയായും ഒരു വിദ്യാർത്ഥി, നമ്മുടെ ലക്ഷ്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരീക്ഷ മാറ്റിവെക്കുക എന്നുള്ളത് നമ്മുടെ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സമീപിക്കുകയും 10,000 ഒപ്പ് ഡിജിറ്റൽ സയൻസ് വാങ്ങിച്ച നിവേദനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC-ക്കും വൈസ് ചാൻസലർക്കും നമ്മുടെ KT ജലീൽ സാർ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹത്തിനും നമ്മൾ ഫോർവേഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ നിരാശാജനകം എന്ന് പറയട്ടെ, നമ്മുടെ അധികൃതർ ഒരു തരത്തിലും നമ്മളെ ബന്ധപ്പെടാൻ തയ്യാറായില്ല. മാത്രമല്ല, ഒരു പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ മൂവ്മെന്റിനെ ഈ യൂണിവേഴ്സിറ്റി കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ തീർച്ചയായും നമ്മൾ അവരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള പരിശ്രമങ്ങൾ നടത്തി. നമ്മൾ അവരെ നേരിട്ട് ബന്ധപ്പെടാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC-യെയും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെയും ബന്ധപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണ്ട എന്നുള്ള രീതിയിൽ ഉള്ള മറുപടികളാണ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ മൂവ്മെന്റിലേക്ക്, നമ്മൾ വിദ്യാർത്ഥികൾ ഈ മൂവ്മെന്റിലേക്ക് വരുന്നതിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല. കാരണം നമ്മുടെ വീടുകളിൽ പ്രായമായ ആളുകളും വളരെ കുഞ്ഞുങ്ങളായ ആളുകളും റിവേഴ്സ് ക്വാറന്റൈൻ സ്വീകരിക്കേണ്ടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ വാക്കുകൾ ഒന്നും കേൾക്കാൻ നമ്മുടെ അധികൃതർ തയ്യാറായില്ല. അത് നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്റ്റുഡൻസ് കളക്ടീവ് വിപുലീകരിക്കുവാനും മാക്സിമം ആളുകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം
എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ അധികൃതരെ കോൺടാക്ട് ചെയ്യാനും ശ്രമിച്ചത്. എന്നാൽ നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളോട് അധികൃതർ പറഞ്ഞത് നിങ്ങൾ 1-2 വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കാരണം പരീക്ഷ മാറ്റിവെക്കാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ നമ്മൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്കും പ്രശ്നമുണ്ട്, ഞങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ്, ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണ്, ദൂരമാണ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അധികൃതരെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള നല്ല രീതിയിലുള്ള നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് പോലും ഒരു ഉറപ്പ് തരാൻ നമ്മളുടെ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഓരോ ഈ നാട്ടിലെ എല്ലാ ആളുകളും ഈ മാധ്യമങ്ങളും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും അത് ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടന്നിരുന്നു. സിൻഡിക്കേറ്റ് മീറ്റിംഗിന്റെ തീരുമാനം എന്ന നിലയിൽ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. ഞങ്ങൾക്ക് പത്രക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും വാർത്തകൾ കൊടുക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം തീർച്ചയായും കൊടുക്കണം. അതിന് ഞങ്ങൾക്ക് അഭിനന്ദനവുമുണ്ട്. പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം, ഈ 10,000 കണക്കിനുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഞങ്ങളുടെ വാർത്ത, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ശബ്ദവും കൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലും അതുപോലെ നമ്മുടെ അധികൃതരായിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കും ഗവൺമെന്റിന്റെയും മുന്നിൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നവും കൂടെ അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ ഈ ഒരു മൂവ്മെന്റിന്റെ പശ്ചാത്തലം ഇതാണെന്നിരിക്കെ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കോണ്ടാക്ട് ചെയ്തു. പല മാധ്യമങ്ങളും നമ്മളുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും നമുക്ക് അനുകൂലമായ നിലപാട് നമ്മളുടെ വാർത്തകളെ കുറിച്ച് പത്രങ്ങളിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും ഒക്കെ വരികയുണ്ടായി. അപ്പോൾ നമ്മൾ പരമാവധി മീഡിയയുമായി ബന്ധപ്പെടാനും നമ്മളുടെ പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുമായും ഒക്കെ അവതരിപ്പിക്കാനും ഒക്കെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ അധികാരികൾ കാണുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ അധികാരികളെയും ഞങ്ങൾ എല്ലാവരും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. ഞങ്ങൾ എല്ലാ സിൻഡിക്കേറ്റ് മെമ്പർമാരെയും VC-യെയും KP ജലീൽ സാറിനെയും അടക്കമുള്ള എല്ലാ അധികാരികളെയും ബന്ധപ്പെടാൻ ഞങ്ങളുടെ MLA-മാരെ, ഞങ്ങളുടെ MP-മാരെ തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികളെയും ഞങ്ങൾ പരമാവധി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില MP-മാരും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില MP-മാരും ചില ജനപ്രതിനിധികളും ഒക്കെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും യൂണിവേഴ്സിറ്റി ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഒരു തരത്തിലും പരിഗണിക്കാതെ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് PG വിദ്യാർത്ഥികളുടെ പ്രശ്നമാണെന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുതിർന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളായ PG വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൂടുതൽ വിദ്യാർത്ഥികളുടെയും വിവാഹം കഴിയുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല പലരും കൺസീവ് ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന പോലുമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് പോയി നമുക്ക് കോവിഡ് പിടിപെടുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഓരോ വിദ്യാർത്ഥികളും ആശങ്കയോടുകൂടി നമ്മളെ സമീപിക്കുകയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളോടാണ് എന്താണ് സർ മറുപടി പറയേണ്ടത്? ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞങ്ങളെ വളരെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസമുള്ള ഒരു പത്രപ്രസ്താവന വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്റ്റീവ് വളരെ സത്യസന്ധമായി ജനാധിപത്യപരമായാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അങ്ങനെ വ്യത്യസ്ത സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ നിങ്ങളെ ബന്ധപ്പെടുന്നത്. പക്ഷേ എന്നിട്ടും വളരെ പരസ്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഒരു വ്യക്തമായ മറുപടി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമാണ്. മാത്രമല്ല ഞങ്ങൾ ഒരു ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC-യെ കാണാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോയിരുന്നു.
പക്ഷെ അദ്ദേഹം നമ്മളെ നേരിട്ട് കാണാൻ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാരണം കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ വൈസ് ചാൻസലർ നേരിട്ട് ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. സർ, ഞങ്ങൾ ഈ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എങ്ങനെയാണ് സർ പരീക്ഷ എഴുതാൻ പോകുന്നത്? ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ 2 പേർ ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വന്നപ്പോൾ സാറിന് ഞങ്ങളെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ത് ധൈര്യത്തിലാണ് സർ പരീക്ഷ എഴുതാൻ പോവുക? സർ, ഞങ്ങളുടെ പ്രശ്നം വളരെ ജെനുവിൻ ആണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ സത്യം വിളിച്ചു പറയുമ്പോൾ അത് തീവ്രവാദ ബന്ധവും മറ്റു പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളെ തളർത്തുന്നത് എന്തിനാണ് സർ? ഞങ്ങൾ സത്യം വിളിച്ചു പറയാനല്ലേ ഞങ്ങളെ വിദ്യാഭ്യാസം അഭ്യസിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം നല്ല മനുഷ്യനാവുന്നതിന് വേണ്ടിയല്ലേ സർ? നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാക്കുന്നതിനല്ലേ സർ വിദ്യാഭ്യാസം നൽകുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ സാമൂഹ്യ നന്മ മാത്രമാണ്. ഈ സാഹചര്യത്തിൽ 22-ാം തീയതി ഒന്നാം സെമസ്റ്റർ പരീക്ഷ, ഡിഗ്രി ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ അതിനുശേഷം നമ്മളോട് പല വിദ്യാർത്ഥികളും വിളിച്ച് പറയുകയാണ്, പല വിദ്യാർത്ഥികളുടെയും അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ഓരോ കോളേജുകളിലും സംഭവിച്ചത് എന്ന്. എനിക്ക് മുമ്പ് സംസാരിച്ച റഹീം അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ UGC നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള കോവിഡ് പ്രോട്ടോകോളും പാലിക്കാൻ നമ്മുടെ കോളേജുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകളും നടത്തുകയാണെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യവും ഒരു യൂണിവേഴ്സിറ്റിക്കോ ഒരു കോളേജിനോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒന്നാമത്തെ സെമസ്റ്റർ പരീക്ഷയിലൂടെ. അപ്പോൾ തീർച്ചയായും ഇത് ഓരോ വിദ്യാർത്ഥിയെയും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വരാൻ പോകുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷകളാണ്. പക്ഷേ ആ വിദ്യാർത്ഥികൾ, ഒരു ദിവസം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തന്നെ കോവിഡ് രോഗബാധയുണ്ടാവുകയും പല വിദ്യാർത്ഥികളും കോവിഡ് ഇതുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യം, അവരുടെ കുടുംബങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സാഹചര്യവും ഇന്ന് വന്നിട്ട് ഇനി ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷകൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രോഗവ്യാപനം അതിരൂക്ഷമാകും എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഉറ്റവരായിട്ടുള്ള ആളുകളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് പുറത്തിറങ്ങാൻ. ഞങ്ങൾ പരമാവധി അകത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുക്കിക്കൊണ്ട് ഈ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വിദ്യാർത്ഥിയും മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു തെല്ല് വിലയും കൽപ്പിക്കാതെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അധികൃതരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. യൂണിവേഴ്സിറ്റി ഒരു സർവകലാശാലയാണ്. സർവകലാശാല നടപ്പിലാക്കേണ്ടുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ മനുഷ്യന്റെ നട്ടെല്ല് നിർണ്ണയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നൽകേണ്ടുന്ന യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ പരിഗണിക്കണം. അതിന് നിങ്ങൾ എല്ലാ തലത്തിലുള്ള പിന്തുണയുമാണ് ഞങ്ങൾക്ക് തരേണ്ടുന്നത്. ഇതുപോലുള്ള സത്യം വിളിച്ചു പറയുമ്പോൾ ശരിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനെ മുഖം തിരിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നം ആയി ഇത് നിങ്ങൾ ഒരിക്കലും കാണരുത്. കാരണം ഇത് ആയിരക്കണക്കിന് നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മളുടെ ബന്ധുക്കളുടെ എല്ലാവരെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമായാണിത് നിങ്ങൾ പരിഗണിക്കേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏവരും ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. മാത്രമല്ല, ഇത് കാണുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്നത് ഞങ്ങളുടെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആ ആവശ്യങ്ങൾ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയാക്കുന്ന രീതിയിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലൈവ് പത്രസമ്മേളനം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ തീർച്ചയായും നിങ്ങളാണ് ഞങ്ങളെ നയിക്കേണ്ടുന്ന ആളുകൾ. ഞങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആണ് ഇതിനുള്ള അധികാരമുള്ളത്. ഞങ്ങൾ വേറെ ആരോടാണ് സർ പറയേണ്ടുന്നത്? അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട്
ഞങ്ങൾക്ക് എന്നുള്ളത് പോലും ഇതിനകത്ത് വിഷയമില്ല. നമ്മളാണ് ഇവിടെ ഞങ്ങൾ എന്നോ നിങ്ങൾ എന്നോ രണ്ട് വ്യത്യാസം പോലുമില്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വിഷയത്തിനകത്ത് പ്രശ്നമുള്ളത്. ഇതൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറയുമ്പോഴും അവിടെ അധ്യാപകരും അനധ്യാപകരും ആയിരക്കണക്കിന് അതുപോലുള്ള സ്റ്റാഫുകളും ഉൾപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഈ പരീക്ഷാ സമ്പ്രദായം. അതുകൊണ്ട് നിങ്ങൾ ഏവരും ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുകയും ഞങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ നൽകുകയും അതോടൊപ്പം ഈ സമരത്തിന് ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ഈ പരീക്ഷ തീർച്ചയായും മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കാത്ത സാഹചര്യം അത് പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ തീർച്ചയായും മുന്നോട്ട് തന്നെ പോകും. കാരണം ഞങ്ങൾ സത്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. ആ സത്യം നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഒരു തലത്തിലും പിന്നോട്ട് പോവാനല്ല ഈ സമരം നടത്താൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വിഷയം കൃത്യമായി പരിഗണിക്കണമെന്ന് യൂണിവേഴ്സിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സോറി മൈക്ക്. കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നിരവധിയായ ആൾക്കാർ ഇപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്രസമ്മേളനം വിളിക്കണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് പ്രസ് ക്ലബിൽ അങ്ങനെ അന്വേഷിച്ചെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നുള്ള സംഗതിയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു നമ്മളെ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് പത്രസമ്മേളനം വിളിക്കുന്നതും നമ്മളെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെയുള്ളത് അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മളെ ഈ UG PG വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ സമരത്തിന് മുന്നിട്ട് വരുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് ലോ സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലോ സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ ജനറൽ കൺവീനറായിട്ടുള്ള മുള മോഹൻകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുന്നേ സംസാരിച്ച റഹീം, ശ്രുതി, ഇവർ രണ്ടുപേരും കാലിക്കറ്റ് സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ ആ ഒരു സമരം എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ആ ഒരു സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്നും വളരെ വിശദമായി തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അത് സമൂഹത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒന്നാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഞങ്ങള് ഇവിടെ കാലിക്കറ്റ് സ്റ്റുഡൻസ് കളക്റ്റീവ് രൂപീകരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലോ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 25-ാം തീയതിയാണ് ഞങ്ങളുടെ ഈ ഒരു ലോ സ്റ്റുഡൻസ് കളക്റ്റീവ് രൂപീകരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ നമുക്കറിയാം. കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റും നമുക്ക് എക്സാം നടത്തിക്കോളാൻ പറയുന്നത് കോവിഡ് പ്രോട്ടോകോളുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത് എന്ന് പറയുന്ന ഒരു വാഗ്ദാനം നമുക്ക് തന്നായിരുന്നു. പക്ഷെ എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരു രീതിയിലുമുള്ള കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല. കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ അതിനുള്ളൊരു സംവിധാനം ഒരുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സാനിറ്റൈസർ നൽകാനുള്ള ഒരു സംവിധാനമില്ല, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. അപ്പോ വളരെ നിരുത്തരവാദപരമായ ഒരു സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചത് എക്സാം സെന്ററുകളിൽ. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലൂടെ ആ ഒരു നിരുത്തരവാദപരമായ സമീപനത്തിലൂടെ തന്നെ നമുക്കറിയാൻ സാധിച്ചത് 4ഓളം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ കോവിഡ് ബാധിച്ചതായിട്ട് നമുക്കറിയാൻ സാധിച്ചു. 150 വിദ്യാർത്ഥികൾ ക്വാറന്റൈനിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ അടക്കം. അപ്പോ ഈ ഇത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും പരീക്ഷയെ നടത്തും എന്ന ഒരു ധാർഷ്ട്യത്തോടെയാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കണ്ടെയ്ൻമെന്റ് സോണുകളാണ്, വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ പോകുന്ന സെന്ററുകൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഇരിക്കുന്നത്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ താമസിക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണിലാണ്, എക്സാമുകൾ മാറ്റിവെക്കണം, കോവിഡ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റി അധികൃതരെ ബോധിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലം തന്നെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ആയപ്പോഴത്തേക്കും അവർ പ്രഖ്യാപിച്ചത് എക്സാംസ് മാറ്റിവെച്ചു, 2-ാം തീയതി വരെയുള്ള എക്സാം മാറ്റിവെച്ചു, നീട്ടിവെച്ചിരിക്കുന്നു. 3-ാം തീയതി മുതൽ ഞങ്ങൾ എക്സാം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണെന്ന്. അപ്പോ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടെയ്ൻമെന്റ് സോൺ ആയപ്പോൾ അവർക്ക് മനസ്സിലായി കോവിഡ് ഉണ്ട് എന്ന്. ഇതെന്താണ് സർ? ഞങ്ങള് ഈ ഒരു ഡിമാൻഡ് തന്നെ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ എക്സാമുകൾ മാറ്റിവെക്കണം എന്നാണ്. ഇവിടെ ഞങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല അവതരിപ്പിക്കുന്നത്, ഞങ്ങളുടെ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ, മൊത്തം സമൂഹത്തിന്റെ, ഞങ്ങളുടെ മാത്രം ഒരു താല്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു എക്സാം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ എക്സാം എഴുതില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യമില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എക്സാം എഴുതാൻ തയ്യാറാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എക്സാം നടത്തുക എന്ന് പറയുന്നത് അത് എന്താ, നമ്മുടെ ജീവന് തന്നെ വെല്ലുവിളിയാകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് വന്നത്. ലോ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 3 ഇയറും 5 ഇയർ ബാച്ചുകാരുണ്ട്. 3 ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ പല പ്രായത്തിലുള്ളവർ, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കോവിഡ് ബാധിക്കാനുള്ളൊരു വലിയൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഒന്നും പ്രശ്നങ്ങള് ഒന്ന് ചർച്ചയ്ക്ക് പോലും എടുക്കാതെയാണ് ഇവര് എക്സാം നടത്തും എന്നൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് മക്കളെ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ പോലും നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം ഇരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തില് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആരോടാണ് ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്? അവരെ സമീപിക്കുമ്പോൾ ഇവിടെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എക്സാം എഴുതിയാൽ മതി എന്ന് പറയുന്ന വളരെ ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾ ഇത്രയും വലിയൊരു മൂവ്മെന്റ് വളർത്തിക്കൊണ്ട് വന്നപ്പോൾ 27-ാം തീയതി നടന്ന സിൻഡിക്കേറ്റ് മീറ്റിംഗിലെങ്കിലും നമ്മുടെ വിഷയങ്ങൾ പരിഗണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് വന്ന പത്രവാർത്തയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ആ ഒരു വിഷയം പോലും അവരവിടെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥി കൂട്ടായ്മ വളരെ ജനാധിപത്യ സ്വഭാവത്തോടെ വളർന്നു വന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മറ്റൊരു കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി വളർന്നു വന്ന ഈ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയെ ഒരു തീവ്രവാദി കൂട്ടായ്മയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ്. കാരണം ഞങ്ങൾ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളെ അല്ലാതെ വേറെ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പ്രസ് മീറ്റ് ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, പത്രങ്ങൾ തീർച്ചയായിട്ടും തരുന്ന വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ തന്നെ പല പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രതിഷേധവുമായി രംഗത്ത് വന്ന വിദ്യാർത്ഥികളാണ്. അപ്പോ നിങ്ങൾ തന്നെ പത്രമാധ്യമങ്ങളിൽ ഓൾറെഡി കൊടുത്തതാണ് കോവിഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല എന്നെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ കാണിച്ചതാണ്. അപ്പോ ആ പത്രമാധ്യമങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് തന്ന ഒരു വാർത്തയെ വളരെ ഒരു രീതിയിലും പരിശോധിക്കാതെ പ്രസിദ്ധീകരിക്കുന്നത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ആവശ്യം എന്താണ് എന്ന്, ഈ ഒരു സമരത്തിന്റെ ഒരു സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ വളരെ ന്യായമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വളരെ ജനാധിപത്യപരമായ ഒരു സമരമാണ്. അപ്പോ ആ ഒരു മനസ്സിലാക്കൽ എല്ലാവരിലും ഉണ്ടാവണം. അപ്പോ ഈ ഒരു സമരത്തെ സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ വിദ്യാർത്ഥികൾ ഞങ്ങൾ സ്വന്തം ആവശ്യം മാത്രമല്ല നോക്കുന്നത്, സമൂഹത്തിന്റെ ഒരു വലിയ താല്പര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ, കോവിഡ് കൂടിക്കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എക്സാമുകൾ മാറ്റിവെക്കുക എന്ന ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ആ ഒരു സമരവുമായി ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. അപ്പോ ഞങ്ങൾക്ക് ഈ മാധ്യമങ്ങളോടും
അതേപോലെ തന്നെ പൊതുജനങ്ങളോടും ഞങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ കൊറോണ ഇത്രയും വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ അല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് ചെന്ന് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഫോൺ കോളുകൾ ഉപയോഗിക്കുന്നു. ഈ സിൻഡിക്കേറ്റ് നമുക്കറിയാം, സിൻഡിക്കേറ്റ് ആണ് ഇപ്പോൾ ഞങ്ങളെ തീവ്രവാദികളായിട്ട് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് മെമ്പർമാരെ ഞങ്ങൾ വിളിക്കുന്നു. എവിടുന്നാണ് ഒരു സഹായം ഉണ്ടാകുക, എവിടുന്നാണ് ഒരു സഹായഹസ്തം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ആരോടാണ് പറയുന്നത്? യൂണിവേഴ്സിറ്റി അധികൃതരോടല്ലാതെ മറ്റാരോടാണ് നമ്മളിത് പറയുന്നത്? അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. ഈ നിലപാടെടുക്കാത്തത്, ഈ നിലപാടുമായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് മുഖം തിരിച്ചുള്ള ഈ നിലപാടുകൾ എടുത്ത് ഇന്നലെ കൂടിയ സിൻഡിക്കേറ്റ് മീറ്റിംഗ് വിദ്യാർത്ഥികൾ പല ആൾക്കാർ എന്താണ് തീരുമാനം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞു. അത് ഞങ്ങൾ പറയില്ല, ഞങ്ങൾ നാളെ പത്രങ്ങളോട് പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. ശരി, നമ്മൾ പത്രങ്ങളോട് പറഞ്ഞു. പക്ഷെ സിൻഡിക്കേറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കൃത്യമായ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം അല്ലാതെ മറ്റൊരു മാർഗവും. വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിൽക്കണം. വിദ്യാർത്ഥികളെ തമ്മിൽ എന്താ പറയാ തീവ്രവാദികളാക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തമ്മിൽ തെറ്റിക്കാനും ഈ നടപടി, ഈ അധികാരികളുടെ ഈ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം വേണം. ആവശ്യം വന്നാൽ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കി അപമാനിക്കുകയും ചെയ്ത് പിന്നെ ഞങ്ങൾ കൃത്യമായി കൂടിയാലോചന നടത്തിയിട്ട് സിൻഡിക്കേറ്റിനെതിരെ ഒരു കേസ് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതേപോലെ തന്നെ ഞങ്ങളെ ഇത്രയും പല നമുക്കറിയാം, പല ഇതിനു മുമ്പും പല യൂണിവേഴ്സിറ്റികളും എക്സാം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് സമരത്തിൽ വന്നിട്ടുണ്ട്. പലരും വിജയിച്ചിട്ടുണ്ട്. എല്ലാ ഇതുവരെ ഉണ്ടാവുന്നതിനേക്കാളും വലിയൊരു മാധ്യമ ശ്രദ്ധ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് എല്ലാ മാധ്യമങ്ങളോടും നന്ദി പറയുന്നു. അതേപോലെ തന്നെ ജനങ്ങളുടെ ഒരു വിഷയമായിട്ട് ഈ ഒരു സമരമായിട്ട് ഇത് മാറട്ടെ. പല ആൾക്കാരും ഇപ്പൊ നമുക്കറിയാം, ഈ ലൈവിൽ തന്നെ പല മുതിർന്ന ആൾക്കാരും വന്നിട്ട് എന്തൊരു വിദ്യാർത്ഥികളുടെ എന്തൊരു ക്ഷമയോട് കൂടിയുള്ള സമരമാണ്, എന്തൊരു മാന്യമായ സമരമാണ്, ഇത് കേൾക്കാത്ത യൂണിവേഴ്സിറ്റിയെ പറ്റി ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ ചിന്തിക്കുന്ന നിരവധിയായ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ ആൾക്കാരെയും നമ്മൾ സമീപിക്കും. നമ്മളെല്ലാ ഇത്തരം വിഷയങ്ങൾ ആര് പറഞ്ഞാലാണോ ഇവര് കേൾക്കുന്നത് അവിടെ ഞങ്ങൾ പോയി. ഞങ്ങൾ ഈ സമരം ഈ പേടിപ്പിക്കലും കൊണ്ടൊന്നും ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. കൃത്യമായ സമരങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ ഞങ്ങൾ ഒരു പോസ്റ്റ് കാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്ന ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി യൂണിവേഴ്സിറ്റി അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരിൽ നിന്ന് പല രീതിയിലുള്ള നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ആശങ്കകൾ പങ്കുവെച്ച് ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കാഴ്ചയില്ലാത്തൊരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറോട് വിളിച്ച സമയത്ത് വളരെ മര്യാദയായിട്ട് പെരുമാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അതിന്റെ വോയിസ് ആയിട്ട് നമ്മൾ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇത് കേട്ടിട്ടുണ്ട്. അപ്പോ ഇവർ കരുതിയിരിക്കുന്ന എല്ലാം സിൻഡിക്കേറ്റ് മെമ്പറായി കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇതുപോലെ വിദ്യാർത്ഥികളെ ഇട്ട് ഓടിക്കാം, വിദ്യാർത്ഥികളെ ക്ഷമ പരീക്ഷിക്കാം, അവരെ പരമാവധി എന്താ പറയാ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ മാത്രമല്ല, പൊതുസമൂഹം മുഴുവൻ, നാളത്തെ സമൂഹത്തെ തീർക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾ. ഇതിൽ പൊതുസമൂഹം മുഴുവൻ ഇതിനു വേണ്ടി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഈ കാര്യങ്ങൾ ഇപ്പം ഈ സാഹചര്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ജനങ്ങൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ വരണമെങ്കിൽ അല്ലാതെ ഞങ്ങൾ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ ഇനിയും വരും. ഇനിയും ആവശ്യങ്ങളുമായിട്ട് ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ എക്സാം നടത്താതെ 4ാം തീയതിയിലെ എക്സാം മാറ്റി ഇത് അവസാനം പറഞ്ഞത് നമുക്ക് കൃത്യമായ ഒരു അറിവ് കിട്ടിയില്ല. ഇനിയും അങ്ങനെ അല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ സമരവുമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ കൊറോണ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തുകൊണ്ട് ആരുടെ അടുത്താണോ പോകുന്നത്, ആരെയാണോ വിളിക്കേണ്ടത്, ആരെയാണോ കാണുന്നത്, അതിന് പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.